നമുക്ക് അരവിന്ദന്റെ മക്കളുടെയും നാളത്തെ നല്ലൊരു കഥയായിട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അരവിന്ദന്റെ മക്കളുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നമ്മൾ കാണുന്ന രാജേശ്വരിയെ കാണാനായിട്ട് ജയബാലൻ വരുവാണ്. അങ്ങനെ ജയബാലൻ വന്നു കഴിഞ്ഞപ്പോൾ രാജേശ്വരി ചോദിച്ചു, ആ എന്താ ജയബാലേട്ടാ, ഈ വഴിക്കൊന്നും ഈയിടെ കാണാനേ ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാ, വരണ്ട വന്നാ പിന്നെ വരാതിരിക്കാൻ പറ്റുമോന്ന് ചോദിച്ചു. ആ ബാ ഏട്ടൻ കയറി ഇരിക്കുക, ഞാൻ ചായയൊക്കെ എടുക്കാന്ന് പറഞ്ഞു. വേണ്ട രാജേശ്വരി, അവൻ എന്തിയാ, നിവിൻ എന്തിയെന്ന് ചോദിച്ചു. അവനോ, അവനെ കണ്ടു കിട്ടണമെങ്കിൽ മഷി ഇട്ട് നോക്കേണ്ട അവസ്ഥയാന്ന് പറഞ്ഞു. അതെന്താ, അതിന് അവൻ ഈ വീട്ടിലെങ്ങാനും ഇരിക്കോ, എപ്പോഴും എതിരടിയിലും പോകും, ഇപ്പോഴെന്താണല്ലോ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവന്റെ പോക്കത്ര ശരിയല്ല എന്ന് പറഞ്ഞു. അതെന്താ, അല്ല അവനിപ്പോ എപ്പോ നോക്കിയിട്ടുണ്ടെങ്കിലും ആ അരവിന്ദന്റെ വീട്ടിലാണല്ലോ എന്ന് ചോദിച്ചു. അരവിന്ദന്റെ വീട്ടിലോ? അതെ, അവിടെ 3-4 പെൺകുട്ടികളല്ലേ ഉള്ളത്. ഞാനും ആ കുടുംബവും നമ്മളെ ബന്ധം എന്താന്ന് രാജേശ്വരിക്ക് അറിയാലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അവിടെ പോകുന്നുണ്ടെങ്കിൽ അത് തക്കതായ കാരണമുണ്ട്. പണ്ട് മുതൽ ഞങ്ങൾ അങ്ങനെയുള്ളൊരു ബന്ധത്തിലാ. പക്ഷെ ഇവൻ അവിടെ കയറി ഇറങ്ങുന്ന അത്ര ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. രാജേശ്വരി പറഞ്ഞു, ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ, അവൻ മിക്കവാറും വിനീതിന്റെ കൂടെ പോകുന്നതായിരിക്കും എന്ന് പറഞ്ഞു. എന്താണെങ്കിലും എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആൾക്കാരൊക്കെ അതും ഇതും പറയും, അറിയാലോ. അത് കേട്ടപ്പോൾ രാജേശ്വരിക്ക് ടെൻഷനായി. ആ സമയത്താണ് നിവിൻ അങ്ങോട്ടേക്ക് വരുന്നത്. നിവിൻ വന്നു കഴിഞ്ഞപ്പോൾ ജയബാലൻ പറഞ്ഞു, ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ, നിന്റെ കാര്യം ഇപ്പം ഞാൻ ചോദിച്ചോളൂ. ഞാൻ പുറത്തൊരുന്ന് പോകാൻ തുടങ്ങുവാന്ന് പറഞ്ഞു. രാജേശ്വരി ചോദിച്ചു, എങ്ങോട്ടാണ് നീ പോണേ? ജയബാലൻ അങ്കിൾ വന്ന് നീ കണ്ടില്ലേന്ന് ചോദിച്ചു. കണ്ടു, അതിപ്പോ എനിക്ക് പുറത്തു വരെ പോണം. അല്ല അങ്കിൾ എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോന്ന് ചോദിച്ചു. ഒന്നുമില്ല, നീ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. പിന്നീട് നിവിൻ അവിടെ ഇരുന്നു. എന്താടാ, നിനക്ക് എന്തെങ്കിലും പുറത്തു പോയി ജോലി ഉണ്ടോന്ന് ചോദിച്ചു. അല്ല അങ്ങനെ ജോലിയൊന്നുമില്ല, എങ്കിൽ പിന്നെ നിനക്ക് നിന്റെ അമ്മയെ സഹായിച്ചുകൂടെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ രാജേശ്വരി പറഞ്ഞു, പിന്നെ എപ്പ സഹായിച്ചെന്ന് ചോദിച്ചാൽ മതി, ഇവനല്ലായിരിക്കണം. ഇവനോട് എന്തേലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ തലയിലേക്ക് കയറത്തുമില്ല എന്ന് പറഞ്ഞു. നീയും പറഞ്ഞു, വെറുതെ പറയുന്ന ഈ അമ്മ, ഞാൻ അത്യാവശ്യമൊക്കെ ഹോം സ്റ്റേ സഹായിക്കാറുണ്ടെന്ന് പറഞ്ഞു. പിന്നെ സഹായിക്കാറുണ്ട് പോലും. എടാ നീ എപ്പം നോക്കിയാലും ആ അരവിന്ദന്റെ വീട്ടിൽ കാണുമല്ലോ, അല്ലെങ്കിൽ ആ പെമ്പിള്ളേരുടെ പിന്നാലെ നടക്കുന്ന കാണാലോ എന്ന് പറഞ്ഞു. അത് പിന്നെ അങ്ങളെ, ഞാനേ വിനീതിന്റെ ഒപ്പം പോകുന്നാന്ന് പറഞ്ഞു. വിനീതിന്റെ ഒപ്പം? അതേന്നെ, വിനീതിനെ കാണാനായിട്ട് ഞാൻ എപ്പോഴും പോകും, അവൻ എന്റെ ഫ്രണ്ട് അല്ലേ. അങ്ങനെ ചെല്ലണ സമയത്ത് അവൻ പോവുകയാണെങ്കിൽ ഞാൻ ആ കൂടെ അവരുടെ വീട്ടിൽ പോകുന്നു പറഞ്ഞു. എടാ അതൊക്കെ ശരിയാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതെന്താ അങ്കളെ ഇപ്പൊ അങ്ങനെ പെട്ടെന്നൊരു പറച്ചില്? എടാ അതൊന്നും ശരിയല്ല, അവിടെ 3-4 പെമ്പിള്ളേരൊക്കെയുള്ള വീടല്ലേ, നീ ചെന്നിട്ട് പിന്നെ നിനക്ക് നാണക്കേട് വരുത്തി വെക്കേണ്ട കാര്യമുണ്ടോ? നാട്ടുകാർ അതും ഇതൊക്കെ പറഞ്ഞുണ്ടാക്കും. പറയുന്നവര് പറയട്ടെ അങ്കളെ, എല്ലാവരുടെ പാവ പൊത്തിക്കെട്ടാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. ഞാൻ അന്ന് കാര്യമായിട്ട് എടുക്കുന്നില്ല, എന്തായാലും ഞാൻ ഇറങ്ങുവാന്ന് പറഞ്ഞു. കണ്ടില്ലേ, ഇതാ ജയബാലേട്ട ഇവന്റെ സ്വഭാവം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജയബാലൻ പറഞ്ഞു, നീ അവിടെ നിൽക്കാൻ പറഞ്ഞു. അതെ, അവരുമായിട്ടുള്ള അധികം ബന്ധവും കാര്യങ്ങളൊന്നും വേണ്ട, അത് നിനക്ക് ഗുണത്തെക്കാരെ ഏറെ ദോഷം ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. നിവിനത് ഒട്ടും കൂടി പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും രാജേശ്വരി പറഞ്ഞു, അങ്ങനെ ഇപ്പൊ നീ പോണ്ട, നീ ഇവിടെ ഇരുന്നാൽ മതി, ഒരിടത്തേക്ക് പോണ്ട, കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞു. ജോലി? എന്ത് ജോലി? അതൊക്കെ ഞാൻ തരാം, ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. പിന്നീട് ജയബാലൻ പറഞ്ഞു, എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ജയബാലൻ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും രാജേശ്വരി നിവിനെയും കൊണ്ട് നേരെ ഹോം സ്റ്റേയുടെ ഓഫീസിലേക്ക് എല്ലുവാണ്. ഇതെന്താമ്മ ഇവിടെ? എന്താന്നോ ഞാൻ കാണിച്ചുതരാം, ഇവിടെ ഇരിക്കടാന്ന് പറഞ്ഞു. ഇരുന്നു. അതെ, കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാണ്ട്, കണക്കുകളും കാര്യങ്ങളും, പിന്നെ റിസപ്ഷനിൽ ഇരിക്കാനായിട്ട് ആളില്ലാന്ന് പറഞ്ഞു. അതിനല്ലേ ആസിഫ് ഉള്ളേ, പിന്നെ അവന്. അല്ല ഇവിടെ ഇരുന്ന പെൺകുട്ടി എന്തിയെ? അവള് പോയെന്ന് പറഞ്ഞു. പോയോ? അതേന്നെ, റിസപ്ഷനിൽ ഇരിക്കാൻ ഇപ്പൊ ആളില്ല, എന്നെ കൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ ഓടിക്കാൻ പറ്റില്ല, എനിക്ക് ആ പടം ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് ഇതൊക്കെ നോക്ക്, അങ്ങനെ നീ അങ്ങോട്ട് ഓടിച്ചാടി വല്ലയിടത്തൂടെ തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കൊന്നും പറ്റില്ല, എനിക്ക് സെറ്റാകുന്ന കാര്യമല്ല. അതെ, നിനക്ക് സെറ്റാവൂലെന്ന് ഞാൻ നോക്കട്ടെ. നീ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടാ എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ കല്യാണം അങ്ങ് നടത്തണം, അങ്ങനെയാണെങ്കിൽ നിന്റെ ഈ പോക്ക് അങ്ങോട്ട് നിൽക്കുമെന്ന് പറഞ്ഞു. ഒരു നിമിഷം പോലും അവന് വീട്ടിലിരിക്കാൻ സമയമില്ല, അങ്ങ് നടക്കുവാണ് അവന്. ഭയങ്കര സങ്കടവും ദേഷ്യമൊക്കെ ഒന്നും ഇവന്. ഈ അമ്മയുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. അതേ സമയത്ത് ഗംഗ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. കാവേരിക്കൂടെ ഒരു ജോലി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, അങ്ങനെയാണെങ്കിൽ വിനീതേട്ടനോടൊന്ന് പറഞ്ഞു നോക്കിയാലോ. അപ്പം ബ്ലൗസ് തയ്ക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടിരുന്നു ഗംഗയ്ക്ക്. അങ്ങനെ ഗംഗ ടൗണിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് വിനീത് കടയുടെ അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ വിനീതേട്ടനോടൊന്ന് പറഞ്ഞാലോ എന്ന് കരുതിയിട്ട് നേരെ കടയുടെ അങ്ങോട്ട് ചെല്ലുവാണ്. ഗംഗയ്ക്ക് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, ഇതുവരെ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ ആദ്യമായിട്ടാണ് ചോദിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ കടയുടെ അവിടെ ചെന്നിട്ട് ഒരു നിമിഷം ഗംഗ ഇങ്ങനെ ആലോചിച്ചു വന്നു. ഗംഗയുടെ മനസ്സിൽ കൂടെ മുമ്പത്തെ കാര്യങ്ങളൊക്കെ വന്നു. തൻ്റെ ഫോട്ടോയൊക്കെ ഇവിടെ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ തൻ്റെ പേരും. ഗംഗ ടൈലറിംഗ് സെന്റർ ആയിരുന്നു. താനാണെങ്കിൽ വഴക്കുണ്ടാക്കി അതെല്ലാം മാറ്റിച്ചു കല്യാണത്തിന് മുമ്പ്.
ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് വിനീതേട്ടന് എത്രമാത്രം സങ്കടം ഉണ്ടായി കാണും. ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്തയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലോ. ആ സമയത്താണ് വിനീത് ഗംഗ അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് വന്നു. അല്ല ഗംഗെ, നീ ഇതെപ്പോ വന്നു? ഇതെന്താ ഇവിടെ നിൽക്കണേ? അങ്ങോട്ട് വരാൻ മേലായിരുന്നു എന്ന് ചോദിച്ചു. ഏയ്, എനിക്ക് വിനീതേട്ടനോട് തനിച്ച് സംസാരിക്കണമായിരുന്നു. എന്താ ഗംഗെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. വിനീതിന് ടെൻഷനായി. പ്രശ്നമൊന്നുമില്ല വിനീതേട്ടാ. പിന്നെയോ, അത് പിന്നെ കാവേരിക്ക് എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കുവാണെങ്കിൽ നല്ലതായിരുന്നു പറഞ്ഞു. കാവേരിക്കോ? അതെ, ഞാൻ വീട്ടിൽ അത്യാവശ്യം തയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. അവൾക്ക് ജോലിയൊന്നുമില്ല. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ. കുടുംബം മുന്നോട്ട് പോണെങ്കിൽ ഒരാളുടെ വരുമാനം കൊണ്ടൊന്നും ആവത്തില്ല. അച്ഛനുണ്ടായിരുന്നപ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ അത് മാത്രമാണോ, ഈ യമുനയുടെ നീളമോളുടെയും പഠിത്തവും കാര്യങ്ങളും വീട്ടു ചെലവും കാര്യങ്ങളും എല്ലാം പോകണ്ടേ? അത് കേട്ടപ്പോൾ വിനീത് പറഞ്ഞു, പേടിക്കണ്ട, നമുക്ക് എന്തേലും വഴി ഉണ്ടാക്കാം. പിന്നെ ഒരു താങ്ക്സ് കൂടെ പറയാനുണ്ട്. എന്തിന്? അല്ല, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെയൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിട്ടില്ലേ? അത് കേട്ടോണ്ടാണ് ഇക്ക അങ്ങോട്ടേക്ക് വരുന്നത്. ഇക്ക വന്നിട്ട് പറഞ്ഞു, കൊള്ളാം, അതെ, ഇവനിവിടെ തയ്യൽ ആവശ്യത്തിന് മിച്ചം വരുന്നുണ്ടായിരുന്നു. ഇവനതെല്ലാം അങ്ങോട്ട് തന്നില്ലേ? കൊച്ചിന് തന്നില്ലേ? എൻ്റെ കൊച്ചേ, ഇവനല്ല, ഇവന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും നിന്നെ മൈൻഡ് പോലും ചെയ്യത്തുണ്ടായിരുന്നില്ല. ഇവനായതുകൊണ്ടാ. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, ഇക്ക ഒന്നും ഉണ്ടായിരുന്നു ഇവിടെ, എന്തൊക്കെയാ പറയണെന്ന് ചോദിച്ചു. ഞാനൊന്നും പറയണില്ല എന്ന് പറഞ്ഞു ഇക്ക ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. വിനീത് പറഞ്ഞു, അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞു. ഇക്കയുടെ സ്വഭാവം അങ്ങനെയാ, ഇക്ക അങ്ങനെ പറയും. ആ സമയം ഗംഗ പറഞ്ഞു, വിനീതേട്ടാ, ഞാൻ പറഞ്ഞ കാര്യം ഞാൻ നോക്കട്ടെ, എന്തേലും ഉണ്ടെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. വിളിച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പകുതി ഒരു സമാധാനത്തോട് കൂടിയിട്ടാണ് ഗംഗ പോകുന്നത്. ഈ സമയം വിനീത് ആലോചിച്ചു, ആരോട് ചോദിച്ചാലായിരിക്കും? ഒരു കാര്യം ചെയ്യാം, നിവിനോടൊന്ന് ചോദിച്ചു നോക്കാം. അങ്ങനെ നിവിനെ വിളിക്കുകയാണ്. ഈ സമയം നിവിൻ ചോദിച്ചു, എന്താടാ? എടാ, എനിക്ക് അത്യാവശ്യമായിട്ട് കാര്യം നിന്നോട് പറയാനുണ്ട്. ഓ എടാ, വെച്ചിട്ട് പോടാ, എനിക്കിവിടെ തലയ്ക്ക് ഭ്രാന്ത് എടുത്തിരിക്കുക. അതെന്താ? എടാ, ഇവിടെ റിസപ്ഷനിലിരിക്കുന്ന പെൺകുട്ടിയില്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. എനിക്ക് പറ്റില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആകെപ്പാടെ ടെൻഷനാന്ന് പറഞ്ഞു. ടെൻഷനോ? അതേന്നേ. അമ്മ എൻ്റെ തലയ്ക്ക് വെച്ച് കെട്ടി തന്നിരിക്കുക. ഇനിയിപ്പോൾ ആരെങ്കിലും കിട്ടുന്നോടം വരെ ഞാൻ ഇവിടെ പെട്ടുപോയത് തന്നെയാ. ഏതെങ്കിലും ഒരു വരണ്ടേ, അതുവരെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അല്ല, നീ എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു. അത് പിന്നെ ഞാനേ കാവേരിക്ക് ഒരു ജോലിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. നിന്നെ ഗംഗ കാണാൻ വന്നായിരുന്നു. എന്നിട്ടോ കാവേരിക്ക് എവിടെയെങ്കിലും ജോലി കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ എവിടെ എന്താ, എനിക്കങ്ങനെ അധികം പരിചയമൊന്നും ഇല്ലല്ലോ പുറത്ത്. അപ്പം നിനക്കാണെങ്കിൽ എന്തെങ്കിലും ആരെക്കുറിച്ചെങ്കിലും അറിയാമെങ്കിലോ ഒന്ന് റെക്കമെൻഡ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിവിൻ ഒരു നിമിഷം ആലോചിച്ചു. തേടിയ വള്ളി കാലി ചുറ്റിയെന്ന് പറഞ്ഞു കണക്ക്. എടാ, ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ? എടാ, ഒരു ജോലിയുണ്ട്, അത് മിക്കവാറും സെറ്റാവും, പക്ഷെ അമ്മ സമ്മതിക്കണമെന്ന് പറഞ്ഞു. അമ്മ സമ്മതിക്കണമെന്നോ? അതെ, ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ് ഇപ്പം ഇല്ല, ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടൊരു പെൺകുട്ടി ആയാലും വേണം, കഴിവുള്ളവളോ ആയിരിക്കണം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഇതുവരെയായിട്ടും ആരെയും കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാവേരി ആ പോസ്റ്റിലേക്ക് നിയമിച്ചാലോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വിനീത് പറഞ്ഞു, അത് നല്ല കാര്യമാണ്, പക്ഷെ ഒരു കാര്യമുണ്ട്, അമ്മ സമ്മതിക്കുമെന്ന് അറിയത്തില്ല, നമുക്ക് നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നേരിട്ട് കാണുവാണ്. നേരിട്ട് കണ്ട് ഇതിനെ കുറിച്ച് സംസാരിക്കുക. പിന്നീട് നീയും പറഞ്ഞു, എൻ്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ, കാവേരിയാന്ന് പറഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല. ഇനി അമ്മ എന്തെങ്കിലുമൊക്കെ കാണിച്ചൊന്ന് സോപ്പിട്ട് വേണം കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. അല്ല, കാവ്യയോട് നീ ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് വിനീതിനോട് ചോദിച്ചു. വിനീത് പറഞ്ഞു, പറഞ്ഞിട്ടൊന്നുമില്ല, നിന്നോടും കൂടെ ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന് എഴുതിയിട്ടിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, കാവേരിക്ക് ഒരു ക്ലൂ കൊടുത്ത് വെച്ചാരെ, ഒരു പക്ഷെ കിട്ടുവാണെങ്കിലോ അമ്മയെ ഞാൻ എങ്ങനെയും സോപ്പിട്ട് കാര്യങ്ങളൊക്കെ നടത്തിക്കോളാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിനീതിന് സമാധാനമായി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.